ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. എന്റെ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും അതിലുണ്ടാകുന്ന ഒരു സിനിമയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അതെടുത്ത് ഇങ്ങനെ കാണും. അത്രത്തോളം എനിക്ക് ഇഷ്ടമാണ്. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ത്രില്ല് എന്ന് പറഞ്ഞാൽ അവസാനം വരെ ഗംഭീര ത്രില്ലാണ്. കുറച്ചധികം ട്വിസ്റ്റുകളും സസ്പെൻസും, അങ്ങനെ ആ ഒരു വല്ലാത്ത മൂഡിലായി പോകുന്നത്. ഇതൊരു സോംബി മൂവി ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇതൊരു സോംബി മൂവി അല്ല. എന്ന് സോംബി ഉണ്ടോന്ന് ചോദിച്ചാൽ അവരും ഇതിന്റെ ഒരു ഭാഗമാണ്. അതായത് കഥ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറെ സോംബികൾ വരിക, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക, അതുപോലെയൊന്നുമല്ല. വേറെ ലെവൽ സ്റ്റോറി തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. അതായത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ആലീസ് വലിയൊരു കൊട്ടാരത്തിൽ നിന്നും പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. എന്നാൽ അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നില്ല. ഇത്രയും വലിയൊരു ആഡംബരമായ വീട്ടില് അവൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? മാത്രമല്ല ചുറ്റും നോക്കുമ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഓർമ്മയും അവളുടെ മനസ്സിലേക്ക് വരുന്നില്ല. പെട്ടെന്ന് ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു കാറ്റ് വീഴ്ചയാണ്. എവിടെ നിന്നോ കുറെ ആൾക്കാർ അങ്ങോട്ടേക്ക് ചാടി വന്ന് വീഴുന്നുണ്ട്. അവളെ പിടിച്ചു കിട്ടുകയാണ്. ചില സത്യങ്ങൾ അവൾ അറിയുന്നുണ്ട്. അതായത് ഈ ബംഗ്ലാവ്, ഇത്രയും വലിയൊരു കൊട്ടാരം എന്ന് പറയുന്നത് ഇത് വെറും ഒരു വാതിൽ മാത്രമാണ്. എന്തിലേക്കുള്ള വാതിൽ? അത് കഥ കേട്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. നേരെ പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. കഥയുടെ ആരംഭത്തിൽ തന്നെ 21ാം നൂറ്റാണ്ടിലെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയെ കുറിച്ച് പറയാണ്, അംബർല കോർപ്പറേഷൻ. 800 കോടി ആൾക്കാർ ഈ ലോകത്തുണ്ടെങ്കിൽ 700 കോടി ആൾക്കാരും ഇവരുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പണം കൊണ്ടും പവർ കൊണ്ടും ഭയങ്കര ഹാൻഡാണ് ഈ ലോകത്തിൽ ഇവർക്ക്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പബ്ലിക് കാണുന്നത് ഇവർക്ക് ഇലക്ട്രോണിക്കൽ ഡിവൈസ്, അതിന്റെ നിർമ്മാണം, മരുന്നുകളുടെ നിർമ്മാണം, ഇതൊക്കെയാണ്. എന്നാൽ ഇവരുടെ പ്രധാന വരുമാന മാർഗം ഇതൊന്നുമല്ല. യെസ്, വെപ്പൺസ് ഡീലിംഗ്. അതിൽ തന്നെ പ്രധാനമായിട്ടും ബയോ വെപ്പൺസ്, ജൈവ ആയുധങ്ങൾ. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ ഒരു ലാബ് കാണിക്കുകയാണ്. ആ ലാബിൽ തന്നെ അതീവ സുരക്ഷിതമായിട്ട് എന്തോ ഒരു സാമ്പിൾ ഒരാൾ ഒരു പെട്ടിയിലേക്ക് ആക്കുകയാണ്. പോകുന്ന വഴി അതിലൊരെണ്ണം അവിടെ എറിഞ്ഞു ഒടച്ചിട്ടാണ് ഇയാൾ പോകുന്നത്. അതും ഭയങ്കര ധൃതിയില്, വേഗത്തില്. ഇപ്പൊ എറിഞ്ഞു ഒടച്ച ആ ഒരു സാമ്പിൾ കാണിക്കുകയാണ്. പതിയെ പതിയെ ഇതിന്റെ ഉള്ളിലെ ആ ഒരു വാതകം വെന്റിലേഷന്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. അത് പിന്നെ അവിടെ പൂർണ്ണമായിട്ട് സ്പ്രെഡ് ആവുകയാണ്. മാത്രമല്ല ഈ ഒരു കാര്യം പൂർണ്ണമായിട്ടും ഇവിടെയുള്ള AI അത് നിരീക്ഷിക്കുന്നുണ്ട്. സമ്പൂർണ്ണമായിട്ടും ആ ലാബിന്റെ പല ഭാഗങ്ങളും ലോക്ക് ചെയ്തിടുകയാണ്. ഇപ്പൊ ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക്, അതായത് ലാബിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവർ ആ ലിഫ്റ്റിൽ പെട്ടുപോയിട്ടുണ്ട്. അത് തന്നെ പരീക്ഷണത്തിനായിട്ട് ലാബിലേക്ക്, സ്പെഷ്യൽ ലാബിലേക്ക് കയറിയവര് ആ ഒരു ചെറിയ റൂമിൽ പെട്ടുകിടക്കുകയാണ്. മാത്രമല്ല ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും വലിയ ലാബ് ആകുമ്പോൾ ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഒരു ചീഫ് ഉണ്ടാവുമല്ലോ. ആ ചീഫും ഒന്നും മനസ്സിലാവാതെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഒരു ലേഡിയാണ്. എന്തേ നടക്കുന്നത്? ഇവിടെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ? അതുപോലെ തന്നെ ഒരു ലാബിൽ ഒരു 3 പേര് കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ലേ, ആ ലാബിൽ മുഴുവനായിട്ട് വെള്ളം നിറയാൻ പോവാണ്. അതിന്റെ ഗ്ലാസ് എല്ലാം തല്ലി പൊളിക്കാൻ നോക്കിയിട്ടാവുന്നില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം വിഷവാതകം ഈ ഒരു ലാബിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും അടിച്ചു കയറ്റുകയാണ്. ഒരുപാട് ലാബിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റുകൾ അവിടെ കിടന്ന് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലിഫ്റ്റിൽ കുടുങ്ങിയ ആൾക്കാർ ഇവര് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു നിലവിളി കേൾക്കുന്നുണ്ട്. അതെ, ഇവരുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു ലിഫ്റ്റ് അതിന്റെ ആ ഒരു ചെയിന് പൊട്ടി താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനഃപൂർവ്വം തന്നെ ഇതാരോ ചെയ്യുന്നതാണ്, അതുറപ്പാണ്. അതുപോലെ തന്നെ ഇവര് നിൽക്കുന്ന ആ ഒരു ലിഫ്റ്റും അത് താഴേക്ക് പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ്. എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി പതിയെ ആ ഒരു ലിഫ്റ്റ് തുറന്നിട്ട് തലയിട്ട് നോക്കുകയാണ്. ആ ലാബിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ഈ ലിഫ്റ്റ് ആക്റ്റീവ് ആവാണ്. ഒരൊറ്റ പോക്കാണ്. ഈ ലേഡിയുടെ തല മാത്രമേ പുറത്തുണ്ടായിട്ടുള്ളൂ. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ നമ്മുടെ കഥാനായികി ആലീസിനെ കാണിക്കുകയാണ്. ഇതൊരു പ്രസ്ഥാനമാണ് കേട്ടോ. ഈ ഒരു സാധനം, ഈ ഒരു പെണ്ണ്, എന്റെ മക്കളെ കഥ കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ആലീസിന്റെ ഫാൻ ആയിപ്പോ. അമ്മാതിരി ഒരു ഐറ്റാണിത്. എന്നാൽ ആലീസ് കണ്ണു തുറങ്ങുന്ന സമയത്ത് അവളുടെ ദേഹത്ത് ഒരു തരി പോലും വസ്ത്രമില്ല. അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ എവിടെയാണ്, അവൾക്ക് എന്താ സംഭവിച്ചത്. വല്ലാത്ത ആശ്ചര്യത്തില് അവൾ അതിന് ചുറ്റും നോക്കുകയാണ്. ഈ പരിസരം ഏതാണ്, ഇതേതോ വീട്, ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. ബാത്റൂമിൽ ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് വസ്ത്രവും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ്. ഇതിനുശേഷം ഒരു ഡ്രോയർ തുറക്കുമ്പോൾ ഭയങ്കര റിച്ച് ആണ് കേട്ടോ. ആ ഒരു ബംഗ്ലാവും അതിന്റെ ആ ഒരു ഉൾഭാഗവും എല്ലാം ആ ഒരു ഷെൽഫ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ആദ്യത്തെ 2-3 ഷെൽഫിൽ നല്ല വസ്ത്രങ്ങളാണ്. എന്നാൽ 3ാമത്തെ ഷെൽഫ് തുറന്ന സമയത്ത് അതീവ സുരക്ഷിതമായിട്ട് മോഡേൺ വെപ്പൺസ് തന്നെ ഒരു ചില്ലുകൂട്ടിൽ വെച്ചിട്ടുണ്ട്. അത് ലോക്കാണ്. പെട്ടെന്ന് കണ്ടപ്പോ ആലീസ് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ പതിയെ പതിയെ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ അവൾക്ക് തോന്നുകയാണ് ആരോ ഒരാള് അവളുടെ പിന്നിലുണ്ടെന്ന്. ആ കാര്യത്തിൽ അവൾക്ക് നല്ല ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഈ വീട് വിട്ട്, ഇതൊരു വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ ബംഗ്ലാവാണ്, ഇത് വിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ ഏകദേശം വെളുക്കാനായിട്ടുണ്ട്. ചെറിയൊരു വെളിച്ചുണ്ട്. അതുപോലെ തന്നെ ഒരു നേരിയ കാറ്റ്. എന്നാൽ ആ നേരിയ കാറ്റ് പതിയെ പതിയെ മാറി അതൊരു കൊടുങ്കാറ്റായി മാറുകയാണ്. ആ വരാന്തയിൽ പാറിക്കിടക്കുന്ന കരിയിലെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് തെറിച്ചു പോവാണ്. ഇതേ സമയത്ത് തന്നെ ഉള്ളിൽ നിന്നും ഒരാൾ വന്നിട്ട് ആലീസിനെ വലിച്ചെടുത്തുകൊണ്ടുമാണ്. അവിടെ നിൽക്കേണ്ട, അത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം തന്നെ ആ റൂമിന്റെ ചില്ലുകൾ മുഴുവനായിട്ട് തകർത്തുകൊണ്ട് കുറെ കമാൻഡോസ് ആ ഒരു റൂമിലേക്ക് ഇടിച്ചു തെറിച്ചു വരുന്നുണ്ട്. മാത്രമല്ല ഇവരാദ്യം ചെയ്തത് ഈ പാലീസിനെ പിടിച്ചുള്ളിലേക്ക് കൊണ്ടുവന്നില്ലേ, ഒരു പയ്യനല്ല, അത്യാവശ്യം എന്താ പറയാ ഒരു പക്കത്തിലുള്ള ഒരാൾ തന്നെയാണ്. ഇയാളെ പിടിച്ച് വിലങ്ങ് വെക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു കൂട്ടത്തിലെ കമാൻഡർ ഇയാൾ വന്നിട്ടാ തോന്നുന്നു നമ്മുടെ ആലീസിനെ ചേർത്ത് പിടിച്ച് മര്യാദക്ക് റിപ്പോർട്ട് ചെയ്യുന്നു പറയാണ്. ഈ പാലീസ് ചോദിക്കുകയാണ് ഞാൻ എന്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്, എനിക്കൊന്നും ഓർമ്മയില്ല. ഇതേ സമയത്ത് ഈ കമാൻഡർ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ പറയുന്നത് സാറേ അവൾക്ക് ബോധം വന്നിട്ടില്ല, അതിന്റെ ആ ഒരു എഫക്റ്റിലാണ് ഇപ്പോഴും. അതായത് ആലീസിന് എന്താ സംഭവിച്ചതെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ആലീസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് ഇയാളെ കുറിച്ച് പരിശോധിക്കാൻ നോക്കുമ്പോൾ ഇയാൾ പറയാണ് ഞാൻ
മാറ്റാണ്, ഞാനൊരു പോലീസുകാരനാണ്, എന്നെ വിട്ട് എന്നാ പരിശോധിച്ച് നോക്കുമ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ സമയത്ത് മാറ്റ് പറയാണ് ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്തതാണ്, ചിലപ്പോ ആരും എന്നെ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ മാറ്റിനെ പിടിച്ചു വെച്ച ആ ഒരു കമാൻഡർ ചോദിക്കാണ് സാറേ ഇവനങ്ങ് തട്ടിക്കളയട്ടെ അല്ലെങ്കിൽ ഉപേക്ഷിക്കട്ടെ. ഇപ്പൊ ഇവരുടെ കമാൻഡർ പറയാണ് വേണ്ട കൂടെ കൂട്ടിക്കുവന്ന്. ഇപ്പൊ കമാൻഡർ ആ ഒരു ക്യാപ്പഴിക്കാണ്. ഇയാളുടെ പേരാണ് ജെയിംസ്. അതുപോലെ തന്നെ ഈ മാറ്റിനെ പിടിച്ചു വെച്ച ആ ഒരു കമാൻഡർ ഇയാളും മുഖം മൂടി മാറ്റുകയാണ്. അത് ആളല്ല, ഒരു പെണ്ണാണ്, റെയിൻ. ചങ്കൂറ്റത്തില് പല ആണുങ്ങൾക്കും ഇവളോട് മുട്ടി നിൽക്കാൻ പോലും പറ്റില്ല. അമ്മാതിരി സാധനമാണ് ഈ റെയിന്. അത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കവാടം തുറക്കുകയാണ്. എന്നിട്ട് ഇവരെ നോക്കിയിട്ട് ഈ കമാൻഡർ പറയാണ്, അതായത് ജെയിംസ് പറയാണ് എന്നാ പിന്നെ ഗുഹയിലേക്ക് പോവല്ലേ എന്ന്. വലിയൊരു യാത്ര തന്നെയാണ് ഇനി ഇവര് നടത്താൻ പോകുന്നത്, അതും ഈ ബംഗ്ലാവിന്റെ ഉള്ളിലൂടെ. എന്തായാലും ഇവര് കയറി കഴിഞ്ഞപ്പോ ആ വാതിലടയാണ്. എന്നാൽ പുറത്തുനിന്ന് കണ്ട അതൊരു വാതിലായിട്ട് തോന്നില്ല, വെറും ഒരു കണ്ണാടി അത്രമാത്രം. എന്തായാലും ഈ ബംഗ്ലാവിന്റെ ബേസ്മെന്റിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. കുറെ സാധനങ്ങൾ അവിടെ എവിടെയായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരു ചെറിയ റെയിൽവേ ട്രാക്ക് കാണുന്നുണ്ട്, അവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. എന്നിത് പോകാനായിട്ടുള്ള പവർ സപ്ലൈ അത് കട്ടായി കിടക്കുകയാണ്. റെയിനി പറയാണ് ഞാൻ ശരിയാക്കാന്ന്. അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് റെയിനി അത് ശരിയാക്കുമ്പോൾ ഇരുട്ടത്തായിട്ട് എന്തോ ഒന്ന് അനങ്ങുന്നത് അവള് കാണുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ശബ്ദം നന്നായിട്ട് റെയിനി കേട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം ട്രെയിൻ നന്നാക്കാണ്, പവർ കിട്ടി. ഇവരെല്ലാവരും അതിൽ കയറിയിട്ട് നേരെ ആ ഒരു ട്രെയിനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ഡോറിന്റെ അപ്പുറഭാഗത്ത് നിന്ന് എന്തോ ശബ്ദം കേട്ടു. റെയിനി അത് തുറക്കാൻ നോക്കുമ്പോൾ അവളെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ വേറൊരാളെ വന്നിട്ട് പറയണം മാറിയേക്ക് ഞാൻ തുറന്നു തരാന്ന്. എങ്ങനെയൊക്കെ ഇയാൾ കഷ്ടപ്പെട്ട് ആ ഒരു ഡോറ് തുറക്കാണ്. എന്നാൽ ആ ഡോറിന്റെ പിന്നിൽ ഒരാളുണ്ടായിരുന്നു. ഇയാൾ പെട്ടെന്ന് ഉള്ളിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ആ വീണ് കിടക്കുന്ന ആളെ കണ്ട സമയത്ത് ആലീസ് ചെറുതായിട്ടൊന്ന് അമ്പരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അവൾ ആ ഒരു ബാത്റൂമിൽ നിന്നും ആദ്യമായിട്ട് കണ്ണു തുറന്നപ്പോ ആ മുറിയിൽ തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവളുടെ കല്യാണം കഴിഞ്ഞതുപോലെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ഹസ്ബൻഡ്. ആ ഹസ്ബൻഡ് ഇയാളാണ് ഇപ്പൊ ഇവിടെ വന്ന് വീണിരിക്കുന്നത്. അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്ന ഈ ഒരു ട്രെയിനിൽ അറിയില്ല. അതുപോലെ തന്നെ വന്ന് വീണ ഇയാളുടെ ആ ഒരു എന്താ പറയാ അയാളുമായിട്ടുള്ള ആ ഒരു കല്യാണം, അതിന്റെ ആ ഒരു നിമിഷം, ഈ കാര്യങ്ങളൊക്കെ ആലീസിന് പതിയെ ഓർമ്മ വരികയാണ്. അവൾ അവളുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു മോതിരത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു മോതിരം ശരിക്കും അയാൾ എനിക്ക് ഇട്ട് തന്നതാണോ? പതി ആ ഒരു മോതിരം ഊരി നോക്കുകയാണ്. അവൾ ഈ ഒരു മോതിരം ഊരുന്നത് ആര് കാണുന്നുണ്ട്? തൊട്ടടുത്ത് വിലങ്ങിട്ടിരിക്കുന്ന മാറ്റ് കാണുകയാണ്. എന്തായാലും ആലീസ് ആ ഒരു മോതിരത്തിന്റെ നടുഭാഗത്തിലേക്ക്, അതായത് ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അംബ്രല കോർപ്പറേഷന്റെ പ്രോപ്പർട്ടി ആണെന്ന്. ഇതുപോലെ ഈ വന്ന് വീണ ആള്, അതായത് ആലീസിനെ കല്യാണം കഴിച്ച ഇയാൾക്കും ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇവരുടെ കൂട്ടത്തിലെ ഡോക്ടർ പറയാണ് ഓർമ്മ നഷ്ടപ്പെട്ടാണ് ബാക്കിയുള്ളവരെ പോലെ തന്നെ. എന്തായാലും കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവർ മറ്റൊരു ബേസിലേക്ക് എത്തുകയാണ്. അതായത് ഭൂമിയുടെ അടിയിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എത്തിയ വാർഡിനെ എല്ലാ കമാൻഡേഴ്സും തെരച്ചിൽ ആരംഭിക്കുകയാണ്. പക്ഷെ എന്താണെന്നൊന്നും നമ്മുടെ ആലീസിനും കൂടെയുള്ള ഈ മാറ്റിനും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഒരു ഗണ്ണുമായിട്ട് വന്നിട്ട് ഈ കമാൻഡർ ജെയിംസിന്റെ അരയിലേക്ക് തന്നെ വെച്ചിട്ട് ആലീസ് പറയാണ് എനിക്കറിയണം എന്താണ് എനിക്ക് സംഭവിച്ചത്, നിങ്ങൾ ആരാണെന്ന്. ഇപ്പൊ ഈ ഒരു ജെയിംസ് ഇവളോട് പറയാണ്, അതായത് നീയും ഞാനും എല്ലാം ജോലി ചെയ്യുന്നത് അംബ്രല കോർപ്പറേഷന് വേണ്ടിയിട്ടാണ്. നീ കണ്ണു തുറന്ന ആ ഒരു ബംഗ്ലാവ് ഉണ്ടല്ലോ, വെറും ഒരു വാതിൽ മാത്രമാണ്. അതായത് അംബ്രല കോർപ്പറേഷൻ അതിന്റെ ലാബിലേക്കുള്ള ഒരു വഴി മാത്രം. അപ്പൊ എന്റെ കല്യാണം, ഈ മോതിരം, ഇതൊക്കെ ചോദിച്ചപ്പോ ഈ കമാൻഡർ ജെയിംസ് പറയാണ് അത് വെറും ഒരു നാടകം മാത്രമാണ് ബാക്കിയുള്ളവരെ കാണിക്കാനായിട്ട്. നീയാണ് ഈ ഒരു ബംഗ്ലാവിന്റെ സെക്യൂരിറ്റി ചുമതല ഏറ്റെടുത്ത അവരുടെ ആ ഒരു സ്റ്റാഫ്, അതായത് ഈ വാതിൽ സംരക്ഷിക്കേണ്ട ആള് നീയായിരുന്നു ആലീസ്. അപ്പൊ എന്താണ് ഈ ലാവ്, എന്താണ് ആ ഹൈവ്, ഇതെല്ലാം ചോദിക്കുന്ന സമയത്ത് ഇവരത് കാണിച്ചു കൊടുക്കാൻ ഒരു രൂപരേഖ പോലെ ഒരു ബ്ലൂ പ്രിന്റ് റാക്കൂൺ സിറ്റി. ആ സിറ്റിയുടെ ഒത്ത നടുക്കായിട്ട് മണ്ണിനടിയിൽ ഒരു മഹാനഗരമാണ് ഈ ഒരു ലാബ്. എത്രയോ കിലോമീറ്റർ താഴെയായിട്ട് അത്രയും സുരക്ഷിതമായിട്ടുള്ള എന്തോ കാര്യമാണ് ഇവിടെ നടക്കുന്നത്, അത് ഉറപ്പല്ലേ. അതുപോലെ ഈ ഒരു ലാബിൽ 500-ൽ കൂടുതൽ സയന്റിസ്റ്റുകൾ, മറ്റുള്ള സ്റ്റാഫുകൾ എല്ലാം ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ബ്ലൂ പ്രിന്റ്, ആ ബ്ലൂ പ്രിന്റിന്റെ ഒരു ഭാഗത്തായിട്ട് റെഡ് സ്പോട്ട്, ഇതെല്ലാം ആലീസിന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവർ നിൽക്കുന്ന പൊസിഷനാണത്. മാത്രമല്ല ഇപ്പൊ ആലീസ് വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആള്, അതായത് ഇവർക്ക് പോകുന്ന വഴിയിൽ കിട്ടിയില്ല ഒരു തന്നെ, അവൻ ചോദിക്കുകയാണ് അല്ല എന്റെ ഓർമ്മയ്ക്ക് എന്താണ് പറ്റിയത്. ഇതേ സമയത്ത് തന്നെ കമാൻഡർ ജെയിംസ് പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ഈ ഒരു ഗേറ്റിന് അതിന്റേതായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് കമ്പ്യൂട്ടറുകളാണ്. എന്തെങ്കിലും ഒരു അപായം മണത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് മയക്കി കളയും. അതിന്റേതായ ഒരു പ്രതിരോധ സംവിധാനമാണ്. ആ രീതിയിലാണ് ആലീസിനും നിനക്കും ആ ഒരു ഗ്യാസ് ശ്വസിക്കേണ്ടത് വന്നത്. ആദ്യത്തെ 6 മണിക്കൂർ നിങ്ങൾക്ക് ബോധം ഉണ്ടാവില്ല. അതിനുശേഷം നിങ്ങൾ എഴുന്നേറ്റാൽ തന്നെ എത്ര നേരം കഴിഞ്ഞാണ് നിങ്ങളുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുക എന്ന് പോലും പറയാൻ കഴിയില്ല. ഇത് കേട്ട സമയത്ത് ജെയ്സൺ, അതായത് ആലീസ് കല്യാണം കഴിച്ചു എന്ന് അവളിങ്ങനെ ആ ഒരു ഓർമ്മയിൽ വിചാരിക്കുന്ന ആള്, ജെയ്സൺ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലീസും. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന റെയിനി പറയാണ് വാതിൽ തകർത്തു, എന്തായാലും നമുക്ക് ഇനി ഈ ലാബിന്റെ ഉള്ളിലേക്ക് പോവല്ലേന്ന്. ആദ്യം തന്നെ ജെഡി എന്ന് പറഞ്ഞ ഒരു കമാൻഡറാണ് ഉള്ളിലേക്ക് കയറി പോകുന്നത്. കയറി നോക്കി ഫുള്ള് പരീക്ഷയോ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാവരും പിറകാല് വരികയാണ്. നമ്മുടെ ആലീസ്, മാറ്റ്, ജെയ്സൺ ഇവരെല്ലാവരും ഒരുമാതിരി അന്തം വിട്ട് വരികയാണ്. എന്തിനാ ഇവർ ഈ വന്നത്, എന്തെടുക്കാനാ എന്നൊന്നും ഇവർക്ക് 3 പേർക്കും അറിയില്ല. ബാക്കിയുള്ള കമാൻഡേഴ്സിന് ധാരണ ഉണ്ടാവും, വെറുതെ ഒന്നും ആയിരിക്കില്ലല്ലോ അവരിങ്ങോട്ടേക്ക് വന്നേ. ഇപ്പൊ ഒരു ഫ്ലെയർ കത്തിച്ചിട്ട് ഈ ലിഫ്റ്റിന്റെ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് ഈ കമാൻഡർ ജെയ്സൺ ഇട്ട് വെക്കുമ്പോൾ ലിഫ്റ്റ് മുഴുവൻ തകർന്ന് താഴേക്ക് വീണിട്ടുണ്ട്. അതായത് ലിഫ്റ്റ് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല, നടന്നു പോകുന്നേ. സോ ഇവരെല്ലാവരും സ്റ്റെപ്പ് യൂസ് ചെയ്യണം. മാത്രമല്ല ഇവർ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന കാര്യം ആ ഒരു റെഡ് ക്യൂന് അവള് മനസ്സിലാക്കിയിട്ടാണ്, പോകുന്ന വഴി എല്ലാം ദുർഘടമായിരിക്കും. ഇത് കേട്ട സമയത്ത് ആലിസ് ചോദിക്കാണ് റെഡ് ക്യൂനോ അതെന്താണ്? ഇപ്പൊ ജെയിംസ് പറഞ്ഞു കൊടുക്കാണ് അതൊരു മനുഷ്യനൊന്നുമല്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ്. എന്തായാലും ഇവര് മുന്നോട്ടേക്ക് പോകുമ്പോൾ പോകാനുള്ള വഴികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ബ്ലോക്ക് ആക്കി
വെച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് ആലീസ് ചോദിക്കുമ്പോൾ 5 മണിക്കൂർ മുന്നേ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് റെഡ് ക്യൂയിൻ എന്നാണ് അതിനെ വിളിക്കുക. അത് വല്ലാത്തൊരു ആക്രമണ സ്വഭാവം കാണിച്ചു. ഈ ഒരു ലാബിനെ പൂർണ്ണമായിട്ടും തകർത്ത് ക്ലോസ് ചെയ്ത് ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരെയും കൊന്നുകളഞ്ഞു. എന്തുകൊണ്ടാണ് റെഡ് ക്വീൻ ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു കാര്യം അത് നടന്നിട്ട് ഏകദേശം 5 മണിക്കൂറേ ആവുന്നുള്ളൂ. ഇതേ സമയത്ത് തന്നെ ഇവര് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ബോഡി കാണുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല തണുപ്പായിരുന്നു. ആലീസ് ഇതിലിങ്ങനെ വിറക്കുന്ന സമയത്ത് ഈ ജെയ്സൺ ഉണ്ടല്ലോ അവന്റെ കോട്ട് കൊടുക്കുകയാണ്. ഇതിട്ടോന്ന് പറഞ്ഞിട്ട് നല്ല തണുപ്പാണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ ആലീസ് ഈ ജെയ്സണുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഇത് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ അവൾക്ക് വരികയാണ്. അതായത് ഫേക്ക് ആയിട്ടുള്ള മാരേജ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതിൽ ഫേക്ക് ഒന്നുമില്ല. അപ്പൊ ഈ ജെയ്സനോട് ആലീസ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഉള്ള വേറെ എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? എന്നാൽ ജെയ്സൺ പറയാണ്, എനിക്ക് ആ ഒരു ട്രെയിനിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്തായാലും ഒരു തരിയെങ്കിലും ഓർമ്മയുള്ളത് ആലീസിന് മാത്രമാണ്. ഇതേ സമയത്തിന് വഴി നോക്കാൻ പോയ റെയിനി വന്നിട്ട് പറയണം, ഫുള്ള് വെള്ളമാണ്, ഒരു രക്ഷയില്ല പോവാൻ. എന്തായാലും ഇവർ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാന്ന് മനസ്സിലായില്ലേ? 5 മണിക്കൂർ മുന്നേ റെഡ് ക്യൂയിൻ എന്തിനാണ് ഈ രീതിയിൽ പ്രവർത്തിച്ചത് അത് മനസ്സിലാക്കാനായിരിക്കണം. എന്തായാലും മറ്റു വഴി കണ്ടെത്തിയേ മതിയാവുള്ള പറഞ്ഞിട്ട് കമാൻഡർ ഇവരെയും കൂട്ടി പോവാൻ നേരത്ത് റെയിനിയും ഈ ഒരു കാര്യം കാണാണ്. ആ ഒരു വെള്ളത്തിനുള്ളിൽ പെട്ട് മരിച്ചു കിടക്കുന്ന ആ ഒരു സ്ത്രീയുടെ രൂപം. എന്തായാലും എല്ലാവരും പോകുമ്പോൾ ആ കൂട്ടത്തില് ഇപ്പൊ ആലീസും അതുപോലെ തന്നെ നമ്മുടെ ജെയ്സനും പോവാണ്. എന്തോ ആലീസിന് ഇപ്പൊ ഭയങ്കര നാണം കേട്ടോ. ജെയ്സന്റെ കൂടെയുള്ള ആ ഒരു പ്രൈവറ്റ് സമയങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആ ഒരു നാണം. എന്തായാലും ഇവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോ ആ രൂപം ഉണ്ടല്ലോ, അതായത് ആ ഒരു ബോഡി അത് പെട്ടെന്ന് അങ്ങോട്ട് കണ്ണു തുറക്കാണ്. ഒരു ചുവന്ന നിറത്തിലുള്ള കണ്ണ്, ശരിക്കും കണ്ട ഒരു പിശാചിനെ പോലെ തന്നെ. എന്തായാലും ലിഫ്റ്റ് ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി തന്നെ ഇവർ താഴേക്ക് പോവാണ്. എന്നാൽ പോകുന്ന വഴിക്കെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മാറ്റ് പറയാണ്, മിക്കവാറും നിങ്ങളുടെ കോർപ്പറേഷൻ അതായത് അംബ്രല്ല കോർപ്പറേഷൻ നിങ്ങൾ ആരും കാണാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം ഇവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ രീതിയിൽ റെഡ് ക്യൂയിൻ നിങ്ങളെ തടുക്കാൻ വേണ്ടി നോക്കുന്നത്. ഇപ്പൊ വല്ലാത്തൊരു രീതിയിൽ ജെയിംസ് ഇപ്പൊ ഈ മാറ്റിനെ നോക്കുകയാണ്. അതുപോലെ തന്നെ ഇവര് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. നമ്മുടെ ആലീസ് ഒറ്റയ്ക്കായിട്ടുണ്ട്. അവൾ ഏതോ ഒരു അറയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു ബ്രൂട്ടലായിട്ടുള്ള കാര്യം കണ്ട് അവൾ ഞെട്ടുന്നുണ്ട്. എന്നാലും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. എന്തോ ഒരു ശരീരം ഇതിന്റെ ഉള്ളിലേക്ക് കുറെ വയറും ബ്ലഡും കാര്യങ്ങളൊക്കെ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുന്നു. എന്ന് ഇവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട്. ക്യാമറയുടെ കണ്ണുകളിലൂടെ അവള് തന്നെ റെഡ് ക്യൂയിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതൊരു നിസാര സംഭവം അല്ല കേട്ടോ. അത് കുറച്ച് കഴിയണ്ട, ഇപ്പൊ തന്നെ മനസ്സിലാവും. എന്തായാലും പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കടഞ്ഞു കിടക്കല്ലേ. ഇത് തുറക്കാനായിട്ട് ഇവരുടെ ഹാക്കർ ആയിട്ടുള്ള സ്പെൻസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു ഡോറ് ഇപ്പൊ തുറന്നു വന്നിരിക്കുകയാണ്. കമാൻഡർ ജെയിംസ് ആ ഒരു മുറിയുടെ ഒരു ഇടുങ്ങിയ മുറിയാണ്, ഒരു വാതില് പോലെ. ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പതിയെ പമ്മി പോകുന്നുണ്ട്. കാരണം അറിയില്ല എന്തൊക്കെ അപകടമാണ് ഇതിന് ചുറ്റുമുള്ളതെന്ന്. പെട്ടെന്ന് ലൈറ്റുകൾ ഓൺ ആവുകയാണ്. ഇതേ സമയത്തിന് ആ മുറിയുടെ ഏറ്റവും അറ്റത്തേക്ക് പോയിട്ട് അവിടെ എന്തോ ഒരു ചിപ്പ് ഇയാൾ ഘടിപ്പിക്കുകയാണ്. അപ്പൊ ഇനി കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട് വാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കമാൻഡർ ജെയിംസിന്റെ കുറച്ച് ആൾക്കാർ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവരുടെ കയ്യിലൊരു ബാഗും നല്ല കനയുള്ള എന്തോ ഒരു സാധനമുണ്ട്. ഇതെന്താണെന്ന് ആലീസ് ഈ സ്പെൻസിനോട് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, ഈ റെഡ് ക്യൂയിൻ ഉണ്ടല്ലോ അവളെ പൂർണ്ണമായിട്ടും ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നല്ല പവർ ഉള്ള ഒരു സോഴ്സ് വേണം, അതാണത്. അങ്ങനെ ഇവരൊരു 4 പേര് അതിന്റെ ഉള്ളിലേക്ക് കയറാണ്. എന്നാൽ കയറി ഉടനെ തന്നെ ഇത് ഭയങ്കരമായിട്ട് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റയടിയെ ക്ലോസ് ആയി പോവാണ്. നമ്മുടെ സ്പെൻസിന് പോലും ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതിനുശേഷം ആ ഒരു മുറിയുടെ ഉള്ളിൽ നടന്നത് കൂട്ടക്കുരുതിയായിരുന്നു. ലേസർ ലൈറ്റുകൾ വന്നിട്ട് ആദ്യം ആ ഒരു ഡോക്ടറുടെ കഴുത്ത് മുറിച്ചെടുക്കുകയാണ്. പിന്നീട് അതിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ നോക്കിയ മറ്റൊരു കമാൻഡർ ഉണ്ട്. മൂപ്പരുടെ നെഞ്ചത്തൂടെയാണ് ഈ ഒരു ബ്ലേഡ് പോകുന്നത്. നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന നമ്മുടെ കമാൻഡർ ജെയിംസ് മൂപ്പര് നല്ല രീതിയിൽ തന്നെ അതിന്റെ ഉള്ളിൽ നിന്നും ആദ്യമൊക്കെ രക്ഷപ്പെട്ടെങ്കിലും ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു വല പോലെയുള്ള രൂപമാക്കി മാറ്റുകയാണ് ഈ ലേസർ ലൈറ്റ്. ഇപ്പോൾ അങ്ങനെ കഷ്ണമായി പോവുകയാണ്. കമാൻഡർ ജെയിംസിന്റെ ശരീരം തന്നെ. ഇപ്പോഴാണ് വാതിൽ സ്പെൻസിന് തുറക്കാൻ കഴിഞ്ഞത്. തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? കുറെ ഇറച്ചി കഷ്ണങ്ങൾ മാത്രം ഇവരുടെ കൂടെ വന്ന ആൾക്കാരുടെ. എന്തായാലും ഇത് കണ്ട സ്പെൻസ് ആകെ പേടിച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇവരുടെ ആ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാതെ താഴേക്ക് എത്താൻ കഴിയില്ല. അതായത് റെഡ് ക്വീൻ അവളെ പൂർണ്ണമായിട്ടും ഷട്ട് ഡൗൺ ചെയ്യണം, എന്നാൽ മാത്രമേ എല്ലാ സ്ഥലത്തേക്കും ഇവർക്ക് പോകാൻ കഴിയുള്ളൂ. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇനി മുന്നോട്ടേക്ക് പോകാൻ സ്പെൻസിന് ഒരു പേടി പോലെ. ഇതേ സമയത്ത് തന്നെ ഈ ജെയ്സനോട് കൂടെ വരാൻ പറഞ്ഞപ്പോ ഞാൻ വരില്ല, എനിക്ക് പേടിയാന്ന് പറയാണ്. എന്നാൽ ആലീസ് പറയാണ്, വാ നമുക്ക് പോവാം, ഇത് പൂർത്തിയാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു മെഷീനുമായിട്ട് നേരെ ചെല്ലുകയാണ്. ആ ഒരു മെയിൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ കോർ ഉണ്ടല്ലോ ഇതിന്റെ അടുത്തേക്ക്. പിന്നീട് അതിന്റെ ഉള്ളിലേക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു മെഷീൻ ഇത് കയറ്റി വെക്കാണ്. എന്തിന്? റെഡ് ക്യൂവിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ക്യാമറ കണ്ണുകളിലൂടെ റെഡ് ക്വീൻ ഈ കാര്യം കാണുകയാണ്. മാത്രമല്ല ഒരു 3D ഹോളോഗ്രാം രൂപത്തിൽ അവിടെ അത് പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, ആ സയന്റിസ്റ്റിന്റെ മകളുടെ രൂപമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എന്നാൽ കാണുന്നത് പോലെയല്ല, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇന്റലിജന്റ് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് ചെയ്യരുത്, ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. അപ്പൊ നമ്മുടെ സ്പെൻസ് പറയാണ്, നീ ആ പറയുന്നൊന്നും കേൾക്കേണ്ട ആലീസ്, നമ്മളെ പരമാവധി വഴി തെറ്റിക്കാൻ വേണ്ടി അവള് പലതും ചെയ്യും. ഇതൊന്നും നോക്കാതെ ഇവർ പൂർണ്ണമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ റെഡ് ക്വീന് വല്ലാതെ ദേഷ്യം വരികയാണ്. അവള് പറയാണ്, നിങ്ങളെല്ലാം ഇവിടെ കിടന്ന് ചാവാൻ വേണ്ടി പോവാണ്. അതിന് പൂർണ്ണമായിട്ട് ഷട്ട് ഡൗൺ ആയി. പല ഭാഗത്തുള്ള ഡോറുകളും ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് തുറങ്ങാണ്. ഇതിനെല്ലാം ക്ലോസ് ചെയ്ത് വെച്ച് ഇറുക്കി പിടിച്ചു വെച്ചത് റെഡ് ക്വീൻ ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാം. ഒരുപാട് ഡോറുകൾ ഇപ്പൊ ഓപ്പൺ ആയല്ലോ. ഈ ഒരു ശബ്ദം ആര് കേൾക്കുന്നുണ്ട്? മുകളിലുള്ള നമ്മുടെ റെയിനിയും കൂടെയുള്ള JD എന്ന് പറഞ്ഞ മറ്റൊരു കമാൻഡറും. ഇവരുടെ കൂടെ തന്നെയാണ് ഇവർ പിടിച്ചു വെച്ചിട്ടുള്ള മാറ്റും ഉള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഇറച്ചി കഷ്ണം പോലെ എന്തോ ഒരു സാധനത്തിന് കണ്ടില്ലേ, അതിന്റെ ശരീരത്തിലേക്ക് നന്നായിട്ട് രക്തം
പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയാണ്. ഇതുപോലെ നമ്മുടെ റെയിലി എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു സയന്റിസ്റ്റിനെ കാണുകയാണ്. എന്നാൽ അതൊരു രോഗബാധിതനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. റെയിനി പറഞ്ഞത് ജീവനോടെ ഒരുത്തൻ ഇവിടെ ബാക്കിയുണ്ടെന്നാണ്. ജെഡി വിളിക്കുകയാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നെല്ലാം ചോദിച്ച് ഈ റെയിനി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയപ്പോ ഈ ഒരു സയന്റിസ്റ്റ് അവളുടെ കയ്യിൽ കയറി കടിക്കുകയാണ്. അതായത് അത് പൂർണ്ണമായിട്ടും ഒരു സോംബിയായി മാറിക്കഴിഞ്ഞു. ആ വൈറസിന്റെ എഫക്ട് ദേഷ്യം വന്ന ഈ റെയിനി ഉണ്ടല്ലോ ഒരേറ്റ ചവിട്ട് കൊടുക്കുകയാണ്. മാത്രമല്ല അപ്പോഴേക്കും ജെഡി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജെഡി ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി വെറുതെ അങ്ങോട്ട് കയറി വരണ്ടെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ ജെഡിയും പറയുന്നുണ്ട് നിങ്ങളൊന്ന് വിട്ടേക്ക്, അടുത്തേക്ക് വന്നാൽ ഞാൻ ഷൂട്ട് ചെയ്യും എന്ന്. സോംബിക്കുണ്ടോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇത് ഇവരുടെ അടുത്തേക്ക് വരുന്തോറും ഇപ്പൊ ജെഡി ഉണ്ടല്ലോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാലിന് ആകെ ഞെട്ടിപ്പോടും. 5 തവണ ഷൂട്ട് ചെയ്തിട്ടും ഇതിനൊന്നും ആവുന്നില്ല. ഇപ്പൊ ഒരു 10-20 ബുള്ളറ്റ് പടപടപടപടേന്നിട്ട് വരികയാണ്. തെറിച്ചു പോയി വീഴുന്നുണ്ട് ഈ ഒരു സോംബി. അപ്പൊ ഈ ഫയറിംഗ് സൗണ്ടും ബാക്കിയുള്ള ആ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ്. താഴെ ഉണ്ടായിരുന്ന ആലീസ് പിന്നെ നമ്മുടെ സ്പെൻസും ജെയ്സനും കൂടെ. ഇവര് വന്ന് നോക്കുമ്പോൾ മുകളിലുണ്ടായിരുന്ന ഏതോ ഒരു സയന്റിസ്റ്റിനെ ഇവര് വെടിവെച്ചിട്ടിരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചപ്പോ ഇതിങ്ങനെ ആക്രമിക്കാൻ വന്നു, അതുകൊണ്ടാണ്. ഇപ്പൊ മാറ്റ് ഉണ്ടല്ലോ ഈ റെയിനിയുടെ കയ്യിൽ നിന്നും ഒരു ചാവി വീണോ ഇപ്പൊ പതിയെ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ നിലത്ത് വീണെടുക്കുന്ന ഈ സോംബിയുടെ രക്തം നോക്കിയപ്പോ ഒരിക്കലും ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ ജെഡി ഇതെന്താ നിങ്ങളെ പറഞ്ഞതിന്റെ കാരണം എന്താന്ന് ചോദിക്കുമ്പോൾ രക്തം കട്ട പിടിച്ചെടുക്കുകയാണ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വന്നാൽ അതൊരു ഇച്ചിരി നേരെങ്കിലും അതൊരു വെള്ളം പോലെ നിൽക്കണ്ടേ, അതായത് ലിക്വിഡ് ഫോമിൽ. എന്ന ജീവനുള്ള ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വന്നിരിക്കുന്നത് കട്ടയായിട്ടുള്ള രക്തമാണ്. അതിനർത്ഥം ആ ഒരു മനുഷ്യൻ മരിച്ചു എന്നല്ലേ. അതുപോലെ തന്നെ പിന്നീട് അവർ ആ ഒരു സോംബിയെ നോക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു ബോഡി അവിടെ കാണാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞപ്പോ റെയിനി പറയാണ് ബാക്കിയുള്ള എന്റെ കൂടെയുള്ളവർ വരട്ടെ എന്നിട്ട് പോവാന്ന്. ഈ സമയത്താണ് സ്പെൻസ് പറയുന്നത് ഇനി ഒരുത്തനും ജീവനോടെ ബാക്കിയില്ല എന്ന്. ഇതേ സമയത്ത് തന്നെ ഇവർ വീണ്ടും ഓരോ ശബ്ദങ്ങൾ കേൾക്കാണ്. ഇപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദാണ്ട് വരുന്ന നേരത്തെ കണ്ടതുപോലെയുള്ള ഒരുമാതിരി കോലത്തിലുള്ള സയന്റിസ്റ്റുകൾ അടുത്തേക്ക് വരരുതെന്ന് എല്ലാവരും വാൺ ചെയ്യുന്നുണ്ട്. എന്ന ഒരു ഘട്ടത്തിൽ ഇവരൊന്നും നോക്കിയില്ല, ഫയർ ചെയ്യാണ്. ഇതേ സമയത്ത് സ്പെൻസ് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഒരുത്തനും ചാവാത്ത വെടിവെച്ചിട്ടു, ഇതെന്താ സംഭവം? പരമാവധി ഫയർ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേംബർ ഇപ്പൊ എന്തോ ഒരു ബ്ലാസ്റ്റ് ആണെന്ന് പൊട്ടിച്ചിതറുകയാണ്. അതിൽപ്പെട്ട് ഇവരെല്ലാവരും തെറിച്ച് വീഴുന്നുണ്ട്. ഈ വീണ സമയത്തുണ്ടല്ലോ നമ്മുടെ ആലീസിന് പഴയ ചില കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ആരൊരാളുമായിട്ട് ആലീസ് സംസാരിക്കുന്നത്, അതായത് ആ ഒരു വൈറസ് അവൾക്ക് വേണ്ടിയിട്ട് ആലീസ് എടുത്തു കൊടുക്കാം, അവിടുത്തെ സെക്യൂരിറ്റി കോഡ് ബാക്കിയുള്ളതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ആലീസ് ആരോ ഒരാളുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് ആരാണെന്ന് അറിയില്ല. ഇതേ സമയത്ത് തന്നെ വീണ്ടും ഒരുപാട് സോംബികൾ വന്നിട്ട് ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജെഡി ഒരു വാതിൽ കാണുന്നുണ്ട്. സ്പെൻസിനോട് അതിന്റെ ആ ഒരു കോഡ് പറഞ്ഞുതരാൻ വേണ്ടി പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയോ സ്പെൻസർ പറഞ്ഞു കൊടുക്കാണ്. ജെഡി അത് തുറന്നതും അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് സോംബികൾ വന്നിട്ട് ജെഡി അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ടുപോണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്പെൻസ് നമ്മുടെ റെയിൻ ഇവരൊക്കെ ചെന്ന് രക്ഷിക്കാൻ നോക്കുമ്പോൾ റെയിനിയുടെ കയ്യിലേക്ക് ഒരുപാട് കടികൾ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും അവർക്ക് ജെഡിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ബാക്കിയുള്ള എല്ലാ സോംബികളും ഈ ജെഡിയെ കടിച്ചു വലിക്കുകയാണ്. ഈ ഒരു സമയത്ത് എല്ലാവരും പല ഭാഗത്തേക്കായിട്ട് ചിതറിപ്പോവാണ്. ഇപ്പൊ ഒരു ഭാഗത്ത് ആലീസും ഉണ്ട്, അതുപോലെ തന്നെ മാറ്റും ഉണ്ട്. എന്നാൽ അവളുടെ കൂടെ വന്ന മാറ്റിനെ പെട്ടെന്ന് കാണാതാവുകയാണ്. ഇപ്പൊ ആലീസ് ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് റെയിനി പിന്നെ സ്പെൻസും ഉണ്ട്, അതുപോലെ തന്നെ ഇവരുടെ കൂടെ ജെയ്സനും ഉണ്ട്. അപ്പൊ സ്പെൻസിന് ഒരു കാര്യം ഉറപ്പാണ്, ഇവർ ആക്രമിക്കാൻ വേണ്ടി വന്നത് ഈ ലാബിൽ ജോലി ചെയ്ത ആൾക്കാരാണ്. കാരണം അവരുടെ ദേഹത്തെ ആ ഒരു ബാഡ്ജുകൾ ഇതൊക്കെ നമ്മൾ താഴേക്ക് വരുമ്പോൾ കണ്ടില്ലല്ലോ, ഇതൊക്കെ എവിടെയായിരുന്നു? ഈ സമയത്ത് റെയിനി പറയാണ് നീ പവർ കട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയപ്പോ വാതിലെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു വന്നു. അങ്ങനെയാണ് ഇവറ്റകൾ പുറത്തേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം തുറന്നു വിട്ടത് ഈ സ്പെൻസ് തന്നെയാണ്. എന്ന് ഇവരാരും അറിയാത്ത മറ്റൊരു വലിയ അപകടം ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അതായത് വലിയൊരു ചേംബർ തകർത്തുകൊണ്ട് ഒരുമാതിരി ഒരു ഭീകര രൂപം ആ ഒരു ചേംബറിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഇതേ സമയത്തിന് ഒറ്റയ്ക്കായിട്ടുള്ള ആലീസ് അവൾ ഏതൊക്കെയോ ഭാഗത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കൂടുകൾ ഉണ്ടായിരുന്നു, അതായത് നായ്ക്കളെ പൂട്ടി വെച്ച കൂടാണ്. ഇതിന്റെ ആ ഒരു കമ്പികളും കാര്യങ്ങളൊക്കെ തകർന്നു കിടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പായ ആലീസിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്താണെന്ന്. അങ്ങനെ അവൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും അതുപോലെയുള്ള വേറെയും ഒരുപാട് കൂടുകൾ കാണുകയാണ്. പെട്ടെന്ന് ഈ കടയിലൊക്കെ ഈ അറക്കാൻ വെച്ച മൃഗങ്ങളുടെ തൊലി ഉരിഞ്ഞെടുക്കില്ലേ, അതുപോലെ ആ കോലത്തിലുള്ള ഒരു നായ വരികയാണ്. ആകെ പേടിച്ചു പോയ ആലീസ് അവിടെ ഉണ്ടായിരുന്ന ലാബിലേക്ക് ഓടിക്കയറുന്നുണ്ട്. വാതിൽ ക്ലോസ് ചെയ്തു. ഇതും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ദാണ്ട് അവിടെ നിൽക്കുന്ന ആജാനുഭവമായിട്ടുള്ള ഒരു സോംബി. ഒരു സെക്കൻഡ് പോലും അവൾ ആലോചിച്ചില്ല, ഒരൊറ്റ ചാട്ടം ഒരൊറ്റ ചവിട്ടാണ്. തെറിച്ചു പോട്ടി ഈ ഒരു സോംബി അവിടെ തന്നെ കഴുത്തൊടിഞ്ഞ് വീഴുന്നുണ്ട്. ഇപ്പോ ആലീസ് തന്നെ വിചാരിക്കാണ് ഇത് ചെയ്തത് ഞാൻ തന്നെയാണോ? അപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ഈ ഒരു വലിയ അംബ്രല കോർപ്പറേഷൻ ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഏറ്റവും വലിയ സീക്രട്ട് ലാബ്, ഇതിന്റെ ആ ഒരു സെക്യൂരിറ്റി ചുമതല ഉണ്ടായിരുന്ന ആളാണ് ആലീസ്. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി ചുമതല അവൾക്ക് കൊടുക്കുമ്പോൾ ഒരു നിസാരക്കാരി ആയിരിക്കില്ലല്ലോ ആലീസ്, തീർച്ചയായിട്ടും അല്ല. ഇപ്പൊ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് അതിപ്പോ ആലീസ് എടുക്കാണ്. ഇതേ സമയത്തിന് നേരത്തെ കണ്ട ആ ഒരു പട്ടി ഉണ്ടല്ലോ ചില്ല് തകർത്തുകൊണ്ട് ഈ ഒരു മുറിയുടെ ഉള്ളിലേക്ക് കയറി വരികയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു വാതിൽ തുറന്ന് ഈ മുറിയുടെ ഉള്ളിൽ ഈ പട്ടിയിട്ട് പൂട്ടി പുറത്തേക്ക് കിടന്ന ആലീസ് കണ്ടത് ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ചയായിരുന്നു. എന്താണെന്നല്ലേ, ഈ പറഞ്ഞ പോലെയുള്ള ഒരു 5-6 നായ്ക്കൾ ഒരു നിമിഷം പോലും ആലോചിക്കാനില്ല ഗണ്ണെടുക്കാണ്. ലിയോയില് നമ്മുടെ വിജയണ്ണം പൊട്ടിച്ചില്ലേ, ഓരോ ബുള്ളറ്റും ഓരോന്നിനെന്ന് പറഞ്ഞ പോലെ അത്രയും ആക്യുറേറ്റ് ആയിട്ട് ബുള്ളറ്റ് തീരുന്നത് വരെ ഓരോന്നിനും വെച്ച് പൊട്ടിക്കുകയാണ്. എല്ലാം ചത്ത് മലയ്ക്കുന്നുണ്ട്. എന്നൊരുത്തം മാത്രം ഇപ്പോഴും ആ ലാബിന്റെ ഉള്ളിൽ ബാക്കിയാണ്. അവൻ വന്ന വഴിയിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഗണ്ണിലെ ബുള്ളറ്റ് തീർന്നു. ഇപ്പൊ നമ്മുടെ ആലീസ് ഗണ്ണ് താഴെട്ട് ഓടുകയാണ്. ഒരു ചുമരിലേക്ക് ചവിട്ടി കയറി ഒരൊറ്റ തിരിഞ്ഞൊരു ചവിട്ടുണ്ട് മോനെ. മാസ് എന്ന് പറഞ്ഞാൽ മരണമാസ് സാധനം. ഞാൻ പറഞ്ഞല്ലോ ഇനി അങ്ങോട്ട് നമ്മുടെ ആലീസിന്റെ വിളയാട്ടാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് മാറ്റ് പെട്ടെന്ന് തന്നെ ഈ ആലീസിന്റെ
ലാബിന്റെ അടുത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, ഇവന് മറ്റേക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒരു ലാബിലേക്ക് വരികയാണ്, അവിടെ ഉണ്ടായിരുന്ന ഒരു ID കാർഡ് മാറ്റ് എടുക്കുകയാണ്. ആ ID കാർഡിൽ ലിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയാണ് നമ്മൾ തുടക്കത്തിൽ ഈ ഒരു ലാബിന്റെ ചുമതലയുള്ള പെൺകുട്ടിയാണെന്ന് പറഞ്ഞത്. അതല്ല കേട്ടോ, ഈ ലാബിലേക്ക് മറ്റെന്തോ ഒരു ആവശ്യത്തിന് വന്ന ആളാണ് ഈ ലിസ. എന്തായാലും അവിടെയുള്ള ഓരോ ഡോക്യുമെന്റ് ആയിട്ട് മാറ്റ് പരിശോധിക്കുന്ന സമയത്ത് അവന്റെ പിന്നിൽ തന്നെ ലിസ വന്ന് നിൽക്കുന്നുണ്ട്. ശബ്ദം കേട്ട് പെട്ടെന്ന് മാറ്റ് തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ അവളൊരു രോഗബാധിതയായിട്ട് അവന് തോന്നിയില്ല. അവനെ കണ്ടപ്പോൾ തന്നെ ലിസയുടെ മുഖത്ത് ആ ഒരു സങ്കടം കാണാനുണ്ട്. പതിയെ പതിയെ അവളുടെ അടുത്തേക്ക് എത്തുകയാണ്. അവളുടെ ആ ഒരു ഇമോഷൻ അത് അവളുടെ കണ്ണിൽ കാണാൻ കഴിയായിരുന്നു. എന്നാൽ സെക്കൻഡുകൾ മാത്രമേ അത് നിന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അവളും ഒരു മൃഗായി വന്നിട്ട് മാറ്റിനെ ആക്രമിക്കുകയാണ്. ഇപ്പോ സോംബിയായി മാറിയ ലിസയുടെ തലക്കിട്ട് ആരോ അടിക്കുന്നുണ്ട്. അവളുടെ ആ ഒരു തല തന്നെ തകർന്നു പോയിട്ട് നിലത്ത് വീഴുന്നുണ്ട്. ഇപ്പോ നോക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ വന്ന ആലീസ് ആയിരുന്നത്. ആലീസിന് ഇപ്പോൾ വീണ് കിടക്കുന്ന ലിസയുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വരികയാണ്. അതായത് ഈ ലാബിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു വൈറസ് എടുത്തു കൊടുക്കാന്ന് ഒരാളോട് പറഞ്ഞില്ലേ, ഒരു ഡീൽ ഉണ്ടാക്കിയില്ലേ, അത് മറ്റാരുമല്ല ഈ കിടക്കുന്ന ലിസയുമായിട്ടാണ്. അപ്പോൾ ആലീസ് പറഞ്ഞത്, നീ പറഞ്ഞതുപോലെ നിനക്ക് വേണ്ടിയിട്ട് ആ ഒരു വൈറസ് ഞാൻ എടുത്തു തരും, പക്ഷെ അതിന് എനിക്കൊരു പ്രത്യുപകാരം ചെയ്യണം, എനിക്കതിന്റെ ആ ഒരു പേയ്മെന്റ് ആവശ്യമുണ്ട് എന്ന് ആലീസ് ഈ ലിസയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും അതിന്റെ ആ ഒരു പ്രത്യുപകാരം? അതെന്തായാലും മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ലിസയുടെ ആ ഒരു ബോഡിയെ നോക്കിയിട്ട് മാറ്റ് ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്. ഈ പാലസ് ചോദിക്കുകയാണ്, ആരാണ് ഇവളെന്ന്. മാറ്റ് പറയാണ്, ഇവളെന്റെ സഹോദരിയാണ്. അതുപോലെ തന്നെ മാറ്റ് അവന്റെ കഥ പറയാൻ ആരംഭിക്കുകയാണ്. ഈ അംബ്രല്ല കോർപ്പറേഷൻ അവരുടെ വിചാരം ഈ ലോകത്തിൽ ഗവൺമെന്റിനേക്കാളും വലുത് അവരെന്നാണ്. എന്നാൽ ഗവൺമെന്റിനേക്കാളും നിയമത്തിനേക്കാളും ഒന്നുമല്ല ഇവർ, അത് തെളിയിച്ചു കൊടുക്കണം. ഇവർ ചെയ്യുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള പലതരം ആക്ടിവിറ്റികൾ, റിസർച്ച്, ഇതെല്ലാം എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അത്ര എളുപ്പത്തിൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറി പറ്റാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ അനിയത്തിയെ, അതായത് ലിസയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. മാറ്റ് പറഞ്ഞതുകൊണ്ടാണ് ലിസ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആലീസ് ചോദിച്ചപ്പോൾ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത DNA, ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ്, പല രീതിയിലുള്ള ജീവൻ ഉപയോഗിച്ചുള്ള ടെസ്റ്റുകളാണ്. ഭയങ്കരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ അവർ കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് T വൈറസ്. ലോകത്തിന് മുന്നിൽ ഇവരെ മുഴുവനായിട്ട് തുറന്നു കാണിക്കണമെങ്കിൽ ഇപ്പോൾ ഈ മാറ്റിനും അവനെ പോലെയുള്ള ആൾക്കാർക്കും ഒരു തെളിവ് വേണമായിരുന്നു. അപ്പൊ ആ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് മാറ്റിന്റെ അനിയത്തി ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അവളെ സഹായിക്കാന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരാണെന്ന് ആലീസിന് നന്നായിട്ട് അറിയാം. അത് ആലീസ് തന്നെയാണ്. ആ സഹായിക്കാന്ന് പറഞ്ഞ ആള് ഇപ്പൊ എന്റെ പെങ്ങളെ ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. മാത്രമല്ല ആലീസ്, നിനക്കൊരു കാര്യം അറിയോ? ഈ T വൈറസ് ഇതിന്റെ വില എത്രത്തോളാണെന്ന് മാർക്കറ്റിൽ കോടാനുകോടികളാണ്. എന്തായാലും ഈ വിവരങ്ങൾ പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ രണ്ടുപേരും, മാറ്റും ആലീസും കൂടെ ബാക്കിയുള്ള അവരുടെ അടുത്തേക്ക്, റെയ്നിയുടെയും സ്പെൻസിന്റെ അടുത്തേക്കും ചെല്ലുക. പക്ഷെ വരുമ്പോ തന്നെ ഇവരുടെ പിന്നാലെ ഒരുപാട് സോംബികളുണ്ട്. സേഫ് ആയിട്ട് തന്നെ മറ്റവര് ഒരു ചേംബറിൽ ഇരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ഇവരും ചെന്ന് കയറുകയാണ്. എന്നാൽ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും, എങ്ങോട്ട് പോകും എന്നൊന്നും യാതൊരു പിടുത്തവുമില്ല. ഉള്ളത് പറയുകയാണെങ്കിൽ റെഡ് ക്യൂവിനെ ഓഫ് ആക്കിയതോടുകൂടി ഇവർ കെട്ടിന്റെ പണികൾ കിട്ടാൻ തുടങ്ങി എന്നാണ് പറയാനായിട്ട്. അവിടെ ഇരുന്ന് ഒരു പിടുത്തം കിട്ടാതെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആലീസ് ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരേ ഒരു വഴി, അത് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ റെഡ് ക്യൂവിൻ അവൾ വീണ്ടും ഓണാക്കി എടുക്കുക. ഇതേ സമയത്ത് തന്നെ സ്പെൻസ് പറയാണ്, അവളോട് നമ്മൾ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ നമുക്കിട്ട് നല്ല പണി തരും, അത് ഉറപ്പാണ് എന്ന്. ഇതൊന്നും കേൾക്കാതെ ആലീസ് അത് ചെന്ന് ഓണാക്കുകയാണ്. അതായത് റെഡ് ക്യൂവിനെ വീണ്ടും ഉണർത്തുകയാണ്. കാരണം അവൾക്ക് മാത്രമേ ഇനി ഇവരെ രക്ഷിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ആലീസിന്റെ പ്ലാൻ പോലെ തന്നെ റെഡ് ക്യൂയിൻ അവൾ ഉണർന്നു കഴിഞ്ഞു. മാത്രല്ല പിന്നീടാണ് ആലീസ് ചോദിക്കുന്നത് റെഡ് ക്യൂവിനോട്, എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. ഓരോന്നായിട്ട് റെഡ് ക്യൂൻ പറയാൻ ആരംഭിക്കുകയാണ്. ഞെട്ടിക്കുന്നതായിരുന്നു പല കാര്യങ്ങളും. ഇവരെല്ലാവരും ഞെട്ടിത്തരിച്ചിരുന്നുകൊണ്ട് ആ സത്യങ്ങൾ ഓരോന്നായിട്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങുക. മാത്രല്ല ആരായിരിക്കും ഈ ലാബിൽ നിന്നും ആ വൈറസ് മോഷ്ടിച്ചിട്ടുണ്ടാവുക? ഇവിടെ ഈ രീതിയിൽ ഒരു വൈറസ് ഔട്ട്ബ്രേക്ക് ഇതുണ്ടാവാനായിട്ട് കാരണമായത് ആരായിരിക്കും? ആ ചതിയൻ ആരാണ്? തീർച്ചയായിട്ടും അറിയണ്ടേ? ഇതിന്റെ രണ്ടാം ഭാഗം ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരെ വിട്ടോ നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക്. ആ വീഡിയോയുടെ ലിങ്ക് അത് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ നേരെ ഒന്ന് പോയി നോക്കിയാൽ മതി. ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ്, അതുപോലെ തന്നെ അടിപൊളി കഥയുമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും മുഴുവനായിട്ടും കണ്ടുപോകുക കേട്ടോ. ഇത് പകുതി വെച്ച് നിർത്തുന്ന കഥയൊന്നുമല്ല, പൂർണ്ണമായിട്ടും തീർന്നൊരു കഥയാണ്. അപ്പൊ നേരെ വിട്ടോ രണ്ടാമത്തെ ഭാഗത്തിലേക്ക്.